നമസ്കാരം, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. SDP പിന്തുണ CPM ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPM ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. നിയമത്തെ SDP CPM ബന്ധം തീർത്തും വസ്തുതാവിരുദ്ധം. CPM എന്നും വർഗീയതയ്ക്ക് എതിരെയെന്നും മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായുള്ള സംവാദത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നേരിട്ടുള്ള സംവാദത്തിനല്ല സതീശനെ ക്ഷണിച്ചത്, ഫേസ്ബുക്ക് വഴിയുള്ള സംവാദത്തിനാണ് ക്ഷണിച്ചതെന്ന് മുഖ്യമന്ത്രി. കൊല്ലം വാർത്താ സമ്മേളനത്തിലെ വിവാദത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി. സമയം തീരാറായപ്പോഴാണ് വാർത്താ സമ്മേളനം നിർത്തിയത്. ഇന്നലെ ബഹളം വയ്ക്കാൻ തയ്യാറായി ചിലരെത്തി മുന്നിൽ വന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകി. ഇതൊരു പുതിയ അനുഭവമാണെന്നും കാര്യങ്ങളെ വക്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്നും പിണറായി വിജയൻ. ലോകായുക്ത നിയമ ഭേദഗതി ഹൈക്കോടതി ശരിവച്ചു. ഭേദഗതിക്കെതിരെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഹർജി കോടതി തള്ളി. നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമെന്നായിരുന്നു ഹർജിയിലെ വാദം. കോൺഗ്രസ് പ്രവർത്തകർക്ക് ആവേശമായി രാഹുൽ ഗാന്ധി വടക്കൻ കേരളത്തിൽ. സംസ്ഥാനത്ത് ഇടത് BJP സഖ്യമെന്ന് കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ രാഹുൽ. BJPയും CPMും കോർപ്പറേറ്റ് പാർട്ടികളെന്നും വിമർശനം. വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും ഉൾപ്പെടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ UDF സ്ഥാനാർത്ഥികളും കൺവെൻഷനിൽ പങ്കെടുത്തു. CPMന്റെ മറുപടിയുമായി വി കുഞ്ഞികൃഷ്ണൻ. കൃത്യമായി ഓഡിറ്റിംഗ് പൂർത്തിയാക്കിയില്ല, 1 കോടി രൂപയിലധികം അപഹരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി അടിച്ചിറക്കിയ രസീത് മുഴുവൻ തിരിച്ചു വന്നിട്ടില്ല എന്നും വിമർശനം. കൂടുതൽ തെളിവുകൾ ഇനിയും പുറത്തുവിടുമെന്നും വി കുഞ്ഞികൃഷ്ണൻ. യുദ്ധം നിർത്തിയാൽ മാത്രം ചർച്ച ചെയ്യുന്ന അമേരിക്കയോട് ഇറാൻ. സമാധാന ശ്രമങ്ങളുടെ മറവിൽ ആക്രമിച്ച ചതി മറക്കില്ല എന്നും ഇറാൻ തുർക്കി വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ ചർച്ച നടത്തി. ഹോർമുസിൽ ഇറാൻ സുരക്ഷാ കൗൺസിൽ പുതിയ നടപടികൾ പ്രഖ്യാപിച്ചു. കപ്പലുകൾക്ക് പുതിയ മാർഗനിർദ്ദേശവും ഏർപ്പെടുത്തി. പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധത്തിനിടയിൽ ഹോർമുസ് കടലിടുക്ക് കടന്ന 2 LPG ചരക്ക് കപ്പലുകൾ കൂടി ഉടൻ ഇന്ത്യൻ തീരത്തെത്തും. ഒരു കപ്പൽ മുംബൈ തീരത്തിനടുത്തെത്തി, മറ്റൊരു കപ്പൽ നാളെ മംഗളൂരു തീരത്തെത്തും. ഇറാന്റെ ആക്രമണ നീക്കങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി സൗദി അറേബ്യ, ജോർദാൻ, ഖത്തർ എന്നീ രാജ്യങ്ങൾ രംഗത്ത്. ഇറാന്റെ പ്രകോപനങ്ങൾക്കെതിരെ ഒന്നിച്ചു നിൽക്കാനും പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാനും ഗൾഫ് രാജ്യങ്ങളും ജോർദാനും. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.